So today we will start with a topic which is called as mania. So what is mania? Mania is a psychological condition which is characterized by elevated mood, or which is otherwise called as euphoria, delusions, hyperactivity. അപ്പം ഇതെല്ലാം കൂടി ചേരുന്ന ഒരു കണ്ടീഷനാണ് മാനിയ എന്ന് പറയുന്നത്. സോ പേഷ്യൻ്റ് ഭയങ്കര യൂഫോറിക് ആയിരിക്കും, അല്ലെങ്കിൽ എലിവേറ്റഡ് മൂഡുള്ള പേഷ്യൻ്റ് ആയിരിക്കും, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, ഡില്യൂഷൻസ് ഉണ്ടായിരിക്കും. സോ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് വാട്ട് ഇസ് കോൾഡ് ആസ് മാനിയ. ദ കോസ് എന്ന് പറയുന്നത് മെയിനായിട്ടും ഇൻക്രീസ്ഡ് നോർ എപ്പിനെഫ്രിൻ. സോ ഇൻക്രീസ്ഡ് നോർ എപ്പിനെഫ്രിൻ ഈസ് ദ മെയിൻ കോസ് ഓഫ് മാനിയ. സിംറ്റംസ് ഇൻക്ലൂഡ്സ് ദാറ്റ് ദ പേഷ്യൻറ്റ് വിൽ ബിക്കം ആംഗ്രി ഈസിലി. പെട്ടെന്ന് പേഷ്യന് ദേഷ്യം വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. പെർസിക്യൂട്ടറി ഡെല്യൂഷൻസ് പേഷ്യൻ്റ് ഉണ്ടായിരിക്കും. പെർസിക്യൂട്ടറി ഡെല്യൂഷൻ മീൻസ് ദ പേഷ്യൻറ്റ് ഫീൽസ് ദാറ്റ് സമ്മൺ ഇസ് ഗോയിങ് ടു കിൽ ഹിം. ആരെങ്കിലും അയാളെ കൊല്ലാൻ വരുന്നു അല്ലെങ്കിൽ ഹാം ചെയ്യാൻ നിൽക്കുന്നു എന്നുള്ള ഫീലിങ്സ് ആണ് പെർസിക്യൂട്ടറി ഡെല്യൂഷൻ എന്ന് പറയുന്നത്. ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡ്യൂർ എന്ന് പറയുന്നത് ഹി ഫീൽസ് ദാറ്റ് ഹി സമ്മൺ സ്പെഷ്യൽ ഓർ ഹി ഹാസ് സം കൈൻഡ് ഓഫ് എക്സ്ട്രീം പവർ വിത്തിൻ ഹിം. എനിക്കെന്തോ മാനസിക ശക്തിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്തോ ഒരു വേണ്ടപ്പെട്ട ഒരാളാണ് എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് ആണ് ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡ്യൂർ എന്ന് പറയുന്നത്. എക്സ്ട്രാവേർട്ടഡ് പേഴ്സണാലിറ്റി, ഭയങ്കര ഷോ ഓഫ് കാണിക്കുന്ന, പുറത്തോട്ട് ഭയങ്കര കാണിക്കുന്ന ടൈപ്പിലുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും ഈ പേഷ്യൻ്റ് ഉള്ളത്. നമ്മൾ ഇൻട്രോവേർട്ടഡ് എന്നും എക്സ്ട്രാവേർട്ടഡ് എന്നും കിട്ടില്ല. അതിനകത്ത് എക്സ്ട്രാവേർട്ടഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും ഈ പേഷ്യൻ്റ് ഉള്ളത്. ദേ വിൽ ഹാവ് ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ്. ഇമ്പോർട്ടൻ്റ് ആണ്. മാനിയക്കകത്തുള്ള ഒരു പ്രത്യേകതയാണ് ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ്. സോ ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് എന്ന് പറയുന്നത് പേഷ്യൻ്റ് ഒരു ഐഡിയയിൽ നിന്ന് മറ്റൊരു ഐഡിയയിലേക്ക് പോകും, അതിൽ നിന്ന് വേറൊരു വ്യൂവിലേക്ക് പോകും. സോ ജസ്റ്റ് ബിഫോർ ഗോയിങ് ഇൻ ടു എ കംപ്ലീഷൻ, എന്തെങ്കിലും ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ദേ ആർ ജസ്റ്റ് ജമ്പിങ് ഫ്രം വൺ ടു ദ അതർ. ഇപ്പോൾ പേഷ്യൻ്റ് പറഞ്ഞു തുടങ്ങും, എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് പെട്ടെന്ന് പേഷ്യൻ്റ് ഞാൻ ഇന്നലെ കടയിൽ പോയ സമയത്ത് അങ്ങനെയായിരുന്നു, എൻ്റെ മമ്മി ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. മീൻസ് ജസ്റ്റ് ദേ ആർ ജസ്റ്റ് മൂവിങ് ഫ്രം വൺ ടു ദ അതർ. അല്ലെങ്കിൽ ഒരു റിലേഷൻ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ സംസാരിക്കുന്നത്. സോ അങ്ങനെ ഒരു ഐഡിയയിൽ നിന്ന് അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ he will go into another thing. So that is called as flight of ideas. Then other clinical features എന്ന് പറയുന്നത് patient will have unlimited energy. ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. ഒരു ദിവസം മൊത്തം വേണമെങ്കിൽ അവരിങ്ങനെ ഓടി നടന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അൺലിമിറ്റഡ് എനർജീസ് ബിക്കോസ് ദേ ഫീൽസ് ദംസെൽസ് ലൈക്ക് ദേ ആർ സമ്മൺ സ്പെഷ്യൽ. എനിക്ക് എന്തോ അമാനുഷിക ശക്തി ഉണ്ടെന്നൊക്കെയുള്ളൊരു വിചാരം ഉണ്ടെങ്കിൽ ഈ ഒരു പ്രത്യേകിച്ച് ഒരു ഗ്രാൻഡിയർ ഡെല്യൂഷൻ ഉള്ളവർക്ക് ദേ വിൽ ഹാവ് റിയലി അൺലിമിറ്റഡ് ഓഫ് എനർജി. അതുപോലെ തന്നെ ലാക്ക് ഓഫ് അപ്പിറ്റൈറ്റ്, വിശപ്പൊന്നും ഉണ്ടായിരിക്കത്തില്ല. ദേ വിൽ ജസ്റ്റ് മൂവ് ഓൺ ആൻഡ് ഡു ദിയർ ആക്ടിവിറ്റി. ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. ദേ വിൽ നോട്ട് ഹാവ് ടൈം ടു സിറ്റ് ആൻഡ് ഈറ്റ്. ഇരുന്ന് കഴിക്കാനുള്ള ഒരു പേഷ്യൻസും അവർക്ക് ഉണ്ടായിരിക്കത്തില്ല. ദേ വിൽ നോട്ട് ഹാവ് ആൻ അപ്പിയറൻസ് ഓൾസോ. ബഫൂൺ ലൈക്ക് അപ്പിയറൻസ്, അതായത് ഒരു കോമാളിയെ പോലെ ആയിരിക്കും അവരെ കണ്ടായിരിക്കുന്നത്. സോ അങ്ങനെ ഒരു ബഫൂൺ ലൈക്ക് അപ്പിയറൻസ് അവർ മേക്കപ്പ് ചെയ്യുന്നു. പേഷ്യൻ്റ് വിൽ ബി ഓൾസോ ഡിസ്ട്രാക്റ്റഡ് ബൈ സ്റ്റിമുലസ്. ഇപ്പോൾ ഒരു ചെറിയ എന്തെങ്കിലും ഒരു സൗണ്ട് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് വഴി അവർ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആകും. അവർക്ക് ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ദേ വിൽ ഗെറ്റ് ഈസിലി ഡിസ്ട്രാക്റ്റഡ് വിത്ത് എ സ്മോൾ സൗണ്ട് ഓർ എ വോയിസ്. സോ ദാറ്റ് ഈസ് വൺ തിങ്. ദെൻ റെസ്റ്റ്ലെസ്നെസ്, ദേ വിൽ ബി ഹൈലി റെസ്റ്റ്ലെസ്. അവർക്ക് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ അവരെയും കൊണ്ട് പറ്റത്തില്ല. ദേ വിൽ ബി റെസ്റ്റ്ലെസ്, ദേ വിൽ ബി മൂവിങ് അറൗണ്ട്, ദേ വിൽ ബി ഓൾവേസ് ഡൂയിങ് സം ഓർ ദ അതർ തിങ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, ഈ സിംറ്റംസ് എല്ലാം കൂടെ ചേരുന്നതാണ് മാനിയ എന്ന് പറയുന്നത്. സോ ദ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഡ്രഗ് ഓഫ് ചോയ്സസ് ലിഥിയം കാർബണേറ്റ് ആണ് ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മൂഡ് സ്റ്റെബിലൈസിങ് ഏജൻറ്റ്. ഒരു മൂഡ് സ്റ്റെബിലൈസിങ് ഏജൻ്റ് ആണ് ലിഥിയം കാർബണേറ്റ് എന്ന് പറയുന്നത്. തെറാപ്യൂട്ടിക് ലെവൽ ഓഫ് ലിഥിയം എന്ന് പറയുന്നത് 0.6 to 1.2 മില്ലി ഇക്വലൻറ്റ് പെർ ലിറ്റർ ആണ് തെറാപ്യൂട്ടിക് ലെവൽ എന്ന് പറയുന്നത്. 0.6 to 1.2 മില്ലി ഇക്വലൻറ്റ് പെർ ലിറ്റർ ആയിരിക്കും തെറാപ്യൂട്ടിക് ലെവൽ അല്ലെങ്കിൽ ബ്ലഡ് ലെവൽ എന്ന് പറയുന്നത്. ഇതിനേക്കാൾ കൂടുതലായ ദാറ്റ് ഇസ് കൺസിഡർഡ് ടു ബി ടോക്സിസിറ്റി. അതൊരു ടോക്സിസിറ്റിയാണ്. ഇനി ലിഥിയം ടോക്സിസിറ്റിയുടെ സിംറ്റംസ് എന്ന് പറയുന്നത് നോസിയ, വോമിറ്റിംഗ്, ഡയറിയ, ദെൻ മസിൽ പ്രോബ്ലംസ്, ഇങ്ങനെ പല ടൈപ്പിലുള്ള ഡിഫറെൻറ്റ്, അത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് പറഞ്ഞ് പല രീതിയിൽ അത് വേരി ചെയ്യും. ഇപ്പോൾ ഒരു ലിഥിയം എടുക്കുന്ന പേഷ്യൻ്റ് ഇഫ് ഹി പ്രസൻസ് വിത്ത് സിംറ്റംസ് ലൈക്ക് അൺഎബിലിറ്റി ടു മൂവ് ഓർ ഡിക്രീസ്ഡ് മൂവ്മെൻറ്റ്, ലെസ് കോൺഷ്യസ്നെസ്, ഓർ ഇഫ് ഹി പ്രസൻസ് വിത്ത് സം GI disturbances like nausea, vomiting, diarrhea, all these symptoms, then we have to withhold the medication. നമ്മൾ മെഡിക്കേഷൻ വിത്ത്ഹോൾഡ് ചെയ്യണം. ബിക്കോസ് ഇതെല്ലാം ലിഥിയം ടോക്സിസിറ്റിയുടെ സിംറ്റംസ് ആണ് ഈ ഒരു സിംറ്റംസ് ആയിട്ട് കാണിക്കുന്നത്. മെയിൻലി റിലേറ്റഡ് ടു GI അപ്സെറ്റ്. ഒരു GI അപ്സെറ്റ് വരുന്നത് പോലത്തെ കുറേ സിംറ്റംസ് ആണ് ലിഥിയം ടോക്സിസിറ്റിയുടെ സിംറ്റംസ് ആയിട്ട് കാണിക്കുന്നത്. സോ ഇങ്ങനെ ഒരു സിംറ്റംസ് ഒരു പേഷ്യൻ്റ് കാണിച്ചാൽ വി ഹാവ് ടു സ്റ്റോപ്പ് ദ മെഡിക്കേഷൻ, അല്ലെങ്കിൽ വിത്ത്ഹോൾഡ് ചെയ്യണം അന്നത്തെ ഡോസ്, ആൻഡ് വി ഹാവ് ടു ഇൻഫോം ദ ഫിസിഷ്യൻ. സോ ഇതായിരിക്കും ലിഥിയം ടോക്സിസിറ്റി. ലിഥിയം ആൻറ്റിഡോട്ട് എന്ന് പറയുന്നതാണ് ഡയമോക്സ് അല്ലെങ്കിൽ അസറ്റോസൊളാമൈഡ് എന്ന് പറയുന്ന ഡ്രഗാണ് നമ്മൾ ലിഥിയത്തിന് ആൻറ്റിഡോട്ടായിട്ട് കൊടുക്കുന്നത്.
അതർ ഡ്രഗ്സ് എന്ന് പറയുന്നത് ഇത് കൂടാതെ നമ്മൾ സോഡിയം വാൽപ്രോവേറ്റ് ആൻഡ് കാർബമാസെപ്പിനാണ് നമ്മൾ ഡ്രഗ്സ് ആയിട്ട് പേഷ്യൻറ്റിന് കൊടുക്കുന്നത്. സോ മാനിയ, വി ക്യാൻ ഗിവ് ദം ലിഥിയം, സോഡിയം വാൽപ്രോവേറ്റ് ആൻഡ് കാർബമാസെപ്പിൻ ആസ് ദ ട്രീറ്റ്മെൻറ്റ്സ്. ഇത് ഇത്രയുമാണ് മാനേജ്മെൻറ്റിനകത്ത് വരുന്നത്. സോ നെക്സ്റ്റ് ഇസ് ദ നഴ്സിംഗ് മാനേജ്മെൻറ്റ്. നഴ്സിംഗ് മാനേജ്മെൻറ്റിനകത്ത് മാനിയക്കകത്ത് ഒന്ന് വരുന്നത് സേഫ്റ്റിയാണ്. വി ഹാവ് ടു പ്രൊവൈഡ് ദം എ സേഫ് എൻവയറമെൻറ്റ്, അവോയ്ഡ് ഓൾ കൈൻഡ്സ് ഓഫ് ഹസാഡിയസ് തിങ്സ് ഫ്രം ദി ക്ലയൻറ്റ്, അല്ലെങ്കിൽ ഹസാഡിയസ് ആയിട്ടുള്ള ഹാംഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ എടുത്ത് മാറ്റണം. ബിക്കോസ് ഇവർ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്, ദേ ആർ ഹൈലി പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അവരെ സെൽഫ് ഹാം ചെയ്യാനും മറ്റുള്ളവരെ ഹാം ചെയ്യാനുമുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. സോ സേഫ്റ്റി ഈസ് വൺ ഓഫ് ദ പ്രയോറിറ്റി വെൻ ട്രീറ്റിംഗ് വിത്ത് ദ മാനിയ പേഷ്യൻറ്റ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഗിവ് ദ ഫിംഗർ ഫുഡ്സ്. അവർക്ക് ഇരുന്ന് കഴിക്കാനുള്ള ക്ഷമയില്ല, ആൻഡ് ദേ ഡോണ്ട് ഹാവ് എ ടൈം, ആൻഡ് ദേ കനോട്ട് സിറ്റ് ആൻഡ് ഈറ്റ് ഫുഡ്. സോ വി ഹാവ് ടു ഗിവ് ദം ഫിംഗർ ഫുഡ്സ്. ഫിംഗർ ഫുഡ്സ് എന്ന് പറഞ്ഞാൽ ഹൈ കാലറി ഫിംഗർ ഫുഡ്സ് ആണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. ദെൻ അതർ മാനേജ്മെൻറ്റ്സ് ഇസ് അവോയ്ഡ് ആർഗ്യൂയിങ് വിത്ത് ദ ക്ലയൻറ്റ്സ്. നമ്മൾ ക്ലയൻറ്റുമായിട്ട് ഒരു കാരണവശാലും ആർഗ്യൂ ചെയ്യരുത്. കാരണം അവർ ഓൾറെഡി മാനിക് പേഷ്യൻസ് ആണ്, നമ്മൾ ആർഗ്യൂ ചെയ്താൽ അവർ ശരിക്കും വയലൻ്റ് ആയി മാറും. സോ നെവർ ആർഗ്യൂ വിത്ത് ദ പേഷ്യൻറ്റ്, ആൻഡ് ഇഫ് പോസിബിൾ വി ക്യാൻ ഗിവ് ദം എ പ്രൈവറ്റ് റൂം. മാനിയ പേഷ്യൻസിൻ്റെ കൂടെ പൊതുവെ മറ്റ് പേഷ്യൻസിനെ ഇടാനായിട്ട് നമുക്ക് പറ്റത്തില്ല. വി ക്യാൻ നോട്ട് കമ്പൈൻ, ബിക്കോസ് ഇവർ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, ഇൻസോംനിക് ആയിരിക്കും, പിന്നെ മറ്റുള്ളവരെ ഹാം ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അത് കാരണം നമ്മൾ ഒരിക്കലും ഒരു മാനിയ പേഷ്യൻ്റെ കൂടെ മറ്റൊരു പേഷ്യൻറ്റിനെ ഒരിക്കലും നമ്മൾ കമ്പൈൻ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കും. സോ ഓൾവേസ് ട്രൈ ടു ഗിവ് ദം എ പ്രൈവറ്റ് റൂം ഇഫ് പോസിബിൾ. അവോയ്ഡ് കോമ്പറ്റിറ്റീവ് ഗെയിംസ്. കോമ്പറ്റീഷനുള്ള ഗെയിംസ് ഇവർക്ക് ഒരിക്കലും പറ്റത്തില്ല. ബിക്കോസ് അവർ ഓൾറെഡി മാനിക്കാണ്, അവർ ഓൾറെഡി റെസ്റ്റ്ലെസ് ആണ്. അപ്പം കോമ്പറ്റീഷനുള്ളൊരു ഗെയിം എന്ന് പറയുമ്പോൾ അവർ കൂടുതൽ വയലൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വൈ വി ഹാവ് ടു അവോയ്ഡ് കോമ്പറ്റിറ്റീവ് ഗെയിംസ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ലിഥിയം കൊടുക്കണം പേഷ്യൻറ്റിന്. ലിഥിയത്തിൻ്റെ തെറാപ്പിയാണ് നമ്മൾ പേഷ്യൻറ്റിന് മെയിനായിട്ട് കൊടുക്കുന്നത്. സോ വി ഹാവ് ടു ഗിവ് ദം ദ മെഡിക്കേഷൻ വിച്ച് ഇസ് ലിഥിയം. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ മാനിയ.